ഈ അമ്മയെ ഭയങ്കര സംശയം അച്ഛനെ അമ്മ എങ്ങും പോകുന്നതൊന്നും ഇഷ്ടമല്ല, ജോലിക്കൊന്നും പോകുന്നത് ഇഷ്ടമല്ല. ഭയങ്കര ചീത്തവിളിയൊക്കെയാ, വേറെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുക. അമ്മയെ സ്നേഹിക്കുന്ന രീതിയിൽ പിടിച്ച് തള്ളിയൊക്കെ ഇടുക. പിള്ളേരോട് പോലും പറഞ്ഞില്ല. അവൻ ഉറയാൻ കിടക്കുമായിരുന്നു ഇവിടെ. നമ്മളെന്തോ പറഞ്ഞാലും എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചു കിട്ടത്തില്ലല്ലേ. ഇത് പോയി, ഇനി എനിക്ക് ഞാൻ എന്തോ പറയാനാ, എപ്പോഴും ഇത് തന്നെ പറയും. കഴിഞ്ഞ ദിവസമൊക്കെ വലിയൊരു ഞെട്ടിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയിട്ട് ലൈവായിട്ട് വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തു. തനിക്ക് ഒരു കുറ്റബോധവും ഇല്ല, മനഃപൂർവ്വമാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ ഭാര്യയെ കൊന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മൃഗതുല്യനായ ഒരു ഭർത്താവ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്ത ഒരു വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. ഞാൻ എൻ്റെ ഭാര്യയെ ശാലിനി എന്ന് പറയുന്ന ഒരു 39-കാരിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷമാണ് ഐസക് എന്ന് പറഞ്ഞ ഭർത്താവ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ആ ശാലിനിയുടെ വീട്ടിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ശാലിനിയുടെ അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അമ്മയ്ക്ക് സ്വന്തമായിട്ട് സ്ഥലമോ ഒന്നുമില്ല. റെയിൽവേയുടെ പുറമ്പോക്കിൽ ഒരു വീട് വെച്ചാണ് താമസിക്കുന്നത്. ഈ ഐസക് അവരുടെ വീട്ടിൽ പോകുന്നില്ലായിരുന്നോ? പോകുമായിരുന്നു. ഐസക് പോവും, എൻ്റെ മോള് പോവും, പിള്ളേർ പോവും, സഹകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഐസക്കിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ വീട്ടിൽ? അച്ഛനില്ല, അമ്മയുണ്ട്. 55 വയസ്സ് കാണും. എത്രയേ ഉള്ളൂ? 85. 100 വയസ്സ് അടുപ്പിച്ചുണ്ട്. എന്തായാലും അമ്മ എല്ലാവർക്കും ഒരു ഞെട്ടലായി പോയി ഒരു സംഭവമേ. പിള്ളേരോട് പോലും പറഞ്ഞില്ല. അവൻ ഉറയാൻ കിടക്കുമായിരുന്നു ഇവിടെ, മൂത്തവൻ. ഇത് റെയിൽവേ പുറമ്പോക്ക, എൻ്റെ സ്വന്തം സ്ഥലമല്ല. റെയിൽവേ പുറമ്പോക്ക ഇത്. ഈ സ്ഥലം അമ്മയുടെ സ്വന്തം സ്ഥലമല്ല ഇത്? അല്ല, ഇല്ല, റോഡ് വരെ റെയിൽവേയുടെയാണ്. അപ്പോൾ അതായിരിക്കും പറഞ്ഞ ഒരു കിടക്കാടും പോലും ഇല്ലാത്ത ഒരാളാണ് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാനാണ് കിടപ്പാടമൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെയാണ് വീഡിയോക്കകത്ത് പ്രൊമോട്ട് ചെയ്തത്. അത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 3 സെൻറ്റ് അവൾ അപേക്ഷ കൊടുത്ത് പുറകെ നടന്ന് കിട്ടിയതാണ് 3 സെൻറ്റ് സ്ഥലം. അതാ താഴെ ആ വീട്ടിൽ വെച്ചാൽ അവന് ഇത് സംഭവം നടക്കുന്നത്. അങ്ങനെ ആ വീട് വെച്ചത് എൻ്റെ കുഞ്ഞിന് കിട്ടിയതാണ്. അവളാ വീട് വെച്ചത്, അവനല്ല, അവൻ്റെ സ്വന്തം ഭൂമിയൊന്നുമല്ല. വീട് വെക്കാനും കിട്ടി, അങ്ങനെ വീട് വെച്ചത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന്. അല്ലാതെ അവന് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട്, അവൻ്റെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ. ഇഷ്ടം പോലെ ഉണ്ട്. പുതുപ്പടപ്പെന്ന് പറയും. ഇനിയിപ്പോൾ പോട്ട് സാറേ, പോയത് പോയി. ഇനി എനിക്ക് എന്തോ പറയാനാ, എപ്പോഴും ഇത് തന്നെ പറയും. എല്ലാവരോടും ഇത് തന്നെ പറഞ്ഞാൽ നമ്മളെന്തോ പറയുന്നത്. നമ്മളെന്തോ പറഞ്ഞാലും എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചു കിട്ടത്തില്ലല്ലേ. എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു വീട് കിട്ടി, പിന്നെ പൂർത്തിയായില്ല, അങ്ങനെ കിടപ്പുണ്ട്. അത് ഇവൻ്റെ വീടിൻ്റെ അടുത്താണ്. പണി കഴിഞ്ഞു, അടുക്കളയൊന്നുമില്ല, വീട് ശരിയായിട്ടില്ല. അതിപ്പം 10-20 വർഷമായി കിട്ടിയിട്ട്. അമ്മ ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല? ഇല്ല. ഇപ്പം അത്യാവശ്യം ശാലിനിയായിരുന്നു അമ്മയെ സഹായിച്ചുകൊണ്ടിരുന്നത്. അമ്മയുടെ ഈ അസുഖങ്ങൾക്കും ഒക്കെ നോക്കി ഓടി വന്നിരുന്ന പുള്ളിക്കാരിയായിരുന്നു അല്ലേ? അവന്റെ പേര് ഇവിടെ ചാച്ചന്റെ വീട്ടിലൊക്കെ പോകുമായിരുന്നോ? ഇപ്പൊ പോകുന്നില്ല? വഴക്കൊക്കെ ആയിരുന്നോ? ഈ അമ്മയെ ഭയങ്കര സംശയം അച്ഛനെ അമ്മ എങ്ങും പോകുന്നതൊന്നും ഇഷ്ടമല്ല, ജോലിക്കൊന്നും പോകുന്നത് ഇഷ്ടമല്ല. അന്നേരം അതിൻ്റെ ഒരു ഈഗോ, അതിലായിട്ട് വഴക്കായിരുന്നു വീട്ടിലൊക്കെ. ഉപദ്രവം നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങ് ഭയങ്കര ചീത്തവിളിയൊക്കെയാ, വേറെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുക. അത് ഞങ്ങൾക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല. ആ ഒരു ഇത് ഭയങ്കര ഇതായിരുന്നു. ഈ വഴക്ക് തുടങ്ങിയതിന് ശേഷം പിന്നെ മദ്യപൊക്കെ എന്നും ഉണ്ടായിരുന്നു, മദ്യപൊക്കെയായിരുന്നു. എപ്പോഴും അച്ഛൻ വീട്ടിൽ വരുന്നതൊക്കെ? ഇപ്പം വഴക്കിന് ശേഷമൊക്കെ ഇപ്പം രാത്രിയൊക്കെ 12 മണി 12:30 ആകുമ്പോഴായിരുന്നു വരുന്നത്. പിന്നെ വീട്ടിൽ ഇരിക്കത്തൊന്നുമില്ല, വന്നോടനെ എവിടെയെങ്കിലുമൊക്കെ പോവുക. വീട്ടിൽ രാത്രിയൊക്കെ വന്ന് കയറുന്നത്. വഴക്കായിരുന്നു, ഉപദ്രവം അങ്ങനെയല്ലായിരുന്നു, പക്ഷെ വഴക്കായിരുന്നു. അമ്മയുടെ അല്ലാതെ ഉപദ്രവം എന്ന് പറയുമ്പം അമ്മയെ സ്നേഹിക്കുന്ന രീതിയിൽ പിടിച്ച് തള്ളിയൊക്കെ ഇടുക, അമ്മ എന്തോ കൊങ്ങൊക്കെ കയറി പിടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മേടിച്ചു കൊടുത്താണോ വണ്ടി? അമ്മയുടെ പേരിലുള്ള വണ്ടിയായിരുന്നു. അമ്മയും കൂടെ പൈസ ഇട്ട് മേടിച്ച വണ്ടിയാണ്. അതുകൂടെ വേറെ വണ്ടി മേടിച്ചോ പിന്നെ? അത് അമ്മ മേടിച്ചോ പിന്നെ? മേടിച്ചു. അമ്മ എങ്ങനെയാ സ്കൂളിലോട്ട് പോയിക്കൊണ്ടൊക്കെ ഇരുന്നത്? വണ്ടിയല്ലായിരുന്നോ? സ്കൂട്ടിയിലായിരുന്നു. സ്കൂട്ടി പോവായിരുന്നു. സ്കൂട്ടി ഉണ്ട്. എപ്പോഴാണ് വരുന്നത് പിന്നെ? ഒരു 5:30-5 മണിയാകുമ്പോൾ വരും അല്ലേ? പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും. ശാലിനിയെ അടക്കം ചെയ്തിരിക്കുന്നത് അപ്പം ഭർത്താവിന്റെ അതിക്രൂരമായ വെട്ടിയും കുറ്റിയും കൊലപ്പെടുത്തിയ 38 വയസ്സുള്ള ശാലിനിയെ ഇവിടെയാണ് അടയ്ക്കുന്നത്. ശാലിനിയുടെ സംസ്കാരം നടത്തിയ സ്ഥലമാണിത്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവർ, ആ അമ്മ കഷ്ടപ്പെട്ടാണ് ഈ ശാലിനിയൊക്കെ വളർത്തിയത്. ഇവർ 3 മക്കളായിരുന്നു. ശാലിനിയെ കൂടാതെ തന്നെ ഒരു ചേച്ചിയും ഒരു സഹോദരനും ഒക്കെ ഉണ്ട്. അവരൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ജോലിയും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ അമ്മ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ശാലിനി ഇവിടെ വന്ന് അമ്മയെ നോക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം വീട്ടിലും പോയി മക്കളെ നോക്കുമായിരുന്നു. ശാലിനിക്ക് 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഈ ശാലിനിയാണ് ചെയ്തുകൊണ്ടിരുന്നതാണ് അമ്മ ഇപ്പം ഞങ്ങളോട് പറഞ്ഞത്. പുനലൂർ ടൗണിൽ ചുമടെടുത്തുമൊക്കെ ആണ് ഈ മക്കളെയൊക്കെ വളർത്തിയത്. അവരെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി. തൊട്ടടുത്ത് തന്നെ ഒരു പരിചയക്കാരനായ ഒരു വ്യക്തി തന്നെയായിരുന്നു ഐസക്. കുഞ്ഞുനാളിലെ മുതലേ ഇവർക്ക് ഈ ഐസക്കിനെ അറിയാമായിരുന്നു.
അപ്പം അവർ തമ്മിൽ പ്രേമത്തിലായിരുന്നു. അത് കൂടാതെ തന്നെ തിരുപ്പൂർ ശാലിനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ശാലിനി അങ്ങോട്ട് പോയപ്പോൾ ആ കൂടെ ഐസക്കും പോയി. അവിടെ വെച്ചാണ് മൂത്ത കുട്ടി ഉണ്ടായെന്നാണ് അമ്മ പറയുന്നത്. അപ്പം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ അത്താണിയായിരുന്നു ഈ ശാലിനി. കാരണം കുടുംബത്തിലെ പല കാര്യങ്ങളും, മക്കളുടെ കാര്യങ്ങളാണെങ്കിലും പഠന കാര്യങ്ങളാണെങ്കിലും സ്വന്തം അമ്മയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് പുള്ളിക്കാരി തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ശാലിനിയുടെ പേരിൽ ഇപ്പം ശാലിനിയുടെ വീടായി ഇപ്പം ഐസക്കും മക്കളും താമസിക്കുന്ന വീട് പോലും ശാലിനിക്ക് കിട്ടിയ 3 സെൻറ്റ് ഭൂമിയാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന്. മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടുകൂടിയാണ് ആ വീട് വെച്ച് കിട്ടിയത്. അപ്പോൾ ഐസക്ക് വീഡിയോയിൽ പറയുന്ന പോലെ ഒന്നും അല്ല, അപ്പോൾ ഞാനാണ് വീട് വെച്ചത് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അല്ല, ഒരിക്കലുമല്ല. ശാലിനിയുടെ പേര് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് മുനിസിപ്പാലിറ്റി കെട്ടിക്കൊടുത്ത വീടാണ്. വീട്ടിലാണ് ഇവർ 2 മക്കളും ശാലിനിയും ഭർത്താവും താമസിക്കുന്നത്. ഈ കഴിഞ്ഞ ഇടക്കാലത്താണ് ശാലിനിക്ക് ഇവിടെ ഒരു സ്കൂളിൽ ജോലി കിട്ടിയത്. അപ്പോൾ അതുപോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഐസക്ക് ജോലിക്ക് പോകാൻ പോലും താല്പര്യം എടുക്കുന്നില്ലായിരുന്നു. ആ ടാപ്പിങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ഐസക്ക് സ്വന്തം വീട്ടിൽ ചെലവഴിക്കുന്നില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. അതുപോലെ തന്നെ അസമയത്ത് വീട്ടിൽ വരും. ജോലി കിട്ടിയ പിന്നെ നീരസ് വരുന്നു ശാലിനിയോട്. എല്ലാവരുടെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കില്ല, സ്നേഹപൂർവ്വം പിടിച്ച് തള്ളുമായിരുന്നു എന്നൊക്കെയാണ് മകൻ പറയുന്നത് നമ്മളോട്. മകനുമായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചപ്പോഴൊക്കെ പറയുന്നത് അങ്ങനെയാണ്. സ്നേഹപൂർവ്വം ശാലിനിയെ പിടിച്ച് തള്ളുമായിരുന്നു. പക്ഷെ ഇത്രയൊക്കെ ഒരു ക്രൂരത ഉണ്ടാകുമെന്നൊന്നും ഈ മക്കൾ പറഞ്ഞില്ല, അമ്മയും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. അതാണ് സത്യം. എന്തായാലും വലിയൊരു സംഭവമായി മാറി. ഇപ്പം ഐസക്ക് പറയുന്നത് ഞാൻ മദ്യപിക്കുകയല്ല എന്നൊക്കെയാണ് ഐസക്ക് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ അറിയാൻ സാധിച്ചത് ഐസക്ക് മദ്യപിക്കുമായിരുന്നു ഉള്ള കാര്യം തന്നെയാണ്. ശാലിനിയുടെ മൂത്തമ്മയെന്ന് പറയും. മൂത്തമ്മയെ പന്തളത്ത് പോയി ഓണത്തിന് പോയി കണ്ടു. മൂത്തമ്മയോടൊപ്പമായിരുന്നു ശാലിനിയും ചേച്ചിയും ഒക്കെ പോയി ഓണം ആഘോഷിച്ചത്. മൂത്തമ്മയ്ക്ക് ഓണസെറ്റും അതുപോലെ തന്നെ ഒരു നൈറ്റിയും ഒക്കെ മേടിച്ച് മൂത്തമ്മയുടെ ഭർത്താവിന് കാശും കൊടുത്തിട്ടാണ് ശാലിനി അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്നത്. പക്ഷേ അവർക്കൊക്കെ ഈ ഓണം ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോഴാണ് അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.